വീരനാട്യം കൈകൊട്ടിക്കള സംഘം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി ഇതാ ഇവിടെ അരങ്ങേറുകയായി. കാരമുക്ക് അച്ഛനും മക്കളുമാണ് ഇത്രയും നേരം മനോഹരമായി ഈ കൈകൊട്ടിക്കളി ഇവിടെ അവതരിപ്പിച്ചത്. മണ്ണിന്റെ മക്കൾക്ക് വേണ്ടി പാട്ടുകെട്ടിയ കലാഭൻ മണിച്ചേട്ടന്റെയും വേടന്റെയും മനോഹരമായ ഈ പാട്ടുകൾ ഇവിടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച ടീം ഓഫ് ഇന്ത്യൻസ് അച്ഛനും മക്കളും കാരമുക്കിന് എല്ലാവരും നിറഞ്ഞ കൈകൾ കൊടുത്ത് അശോകൻ ചെരുവിൽ, വേടൻ അലൂഷ്യ സേവിയർ, അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, ജോസ് മടൂർ, സുനിൽ അന്തിക്കാട്. സമർപ്പണ ചടങ്ങും ആരംഭിക്കുകയാണ്. ആദരണീയനായ നമ്മുടെ നാട്ടിലെ എംഎൽഎ ശ്രീ CC മൂന്നൻ അവർ കടന്നു വരികയാണ്. അദ്ദേഹം വേദിയിൽ എത്തുന്നതോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും.
സാമൂഹ്യ പ്രവർത്തകന്മാർ, പ്രിയദർശിനി സ്മാരക സമിതിയുടെയും വായനശാലയിലും സംഘാടകർ, ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ദൂരെ നിന്നും എത്തിയ അലോഷ്യ എന്ന എൻ്റെ പ്രിയങ്കനായ സ്നേഹിതൻ അലോഷ്യാസ് ഉൾപ്പെടെ ഈ വായനശാലയിലേക്ക് പുസ്തകങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ ഒരു മടിയും കൂടാതെ ആവശ്യമായ പുസ്തകങ്ങൾ അന്നത്തെ നാട്ടിലെ MLA ആയിരുന്ന ശ്രീ സിദ്ധാർത്ഥൻ കാട്ടികളായിരുന്നു അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം 1986 ഒരു വായനശാല ഈ തളിക്കുളം ബീച്ചിൽ ലക്ഷ്യമാക്കി ഈ വായനശാലയ്ക്ക് പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കറിയാം ആലങ്കോട് ലീലാകൃഷ്ണൻ പുസ്തകം നൽകും, അശോകൻ ചന്ദ്രൻ പുസ്തകം പണ്ടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്ന അലോഷ്യ പുസ്തകം തരുമെന്ന് നല്ല വിശ്വാസമുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരും വീട്ടിലോ നിങ്ങളുടെ കയ്യിലോ നിങ്ങൾ വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങൾ നാളെ ചതറ് പിടിച്ച് വാലം കുത്തി കാലയവനിക്കുള്ളിൽ മാഞ്ഞു പോകാതിരിക്കണമെങ്കിൽ സൂക്ഷിക്കാൻ മാത്രമല്ല മറ്റുള്ളവർക്ക് വായിക്കാൻ കൊടുക്കാൻ വേണ്ടി കൂടിയുള്ള ഒരു ആസ്ഥാനമായി വായനശാല മാറും. ഞാൻ നിങ്ങളെ ഈ വേദിയിലും സദസ്സിലുമുള്ള നിങ്ങളെല്ലാവരും സാക്ഷി നിർത്തി പറയുന്നു, 2026 ജൂൺ മാസം 19 വായനാ ദിനം വീണ്ടും വരും. അന്നേ ദിവസം 10,000 പുസ്തകമുള്ള ലൈബ്രറിയായി സ്നേഹദിനത്തെ പബ്ലിക് ലൈബ്രറി മാറും. ഈ പബ്ലിക് ലൈബ്രറി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക ഘടകമല്ല എന്ന കാര്യം ഒരിക്കൽ കൂടി കടലമ്മയെ സാക്ഷിയാക്കി പറയട്ടെ. ഈ ലൈബ്രറിക്ക് രാഷ്ട്രീയമില്ല, എന്നാൽ ഈ ലൈബ്രറിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ അത് ഇന്ത്യയുടെ ഭരണഘടന തിരിച്ചറിയുന്ന രാഷ്ട്രീയമാണ്. ഈ ലൈബ്രറിയുടെ ചുമരിൽ നിങ്ങൾ ഇത് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ഈ ലൈബ്രറിയുടെ ചുമരിൽ പുറംഭാഗത്ത് നോക്കിയാൽ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയതിനു ശേഷം ഭരണഘടനയുടെ കൺവീനർ സമിതി സ്നേഹിക്കുന്ന വേണ്ടനെ ഈ പഞ്ചാര മണ്ണിലേക്ക് ഈ കടൽക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇല്ലെങ്കിൽ ആ ചോദ്യം നിങ്ങൾ ഇപ്പോൾ ചോദിക്കണം. നിങ്ങളുടെ മനസ്സ് ചോദിക്കുന്നതായി ഞങ്ങളൊക്കെ മനസ്സിലാക്കണം. ആ ചോദ്യത്തിന് ഉത്തരവുണ്ട്. വേടൻ ചിലത് പറയുന്നുണ്ട്, വേടൻ ചിലത് പാടുന്നുണ്ട്. വേടൻ പറയുന്നതും പാടുന്നതും അനുഭവിച്ച് തീച്ചൂടയിൽ നിന്നുമുണ്ടായ ജീവിതാനുഭവത്തിന്റെ അഗ്നിയിൽ നിന്നുമുള്ള ചില സ്ഫുരണങ്ങളാണ്. എന്താ വേടൻ പറയുന്നത്? എല്ലാ മനുഷ്യനെയും കുറിച്ച്, മണ്ണിന്റെ മക്കളെ കുറിച്ച്, കാടിന്റെ മക്കളെ കുറിച്ച്, കടലിന്റെ മക്കളെ കുറിച്ച്, തെങ്ങിൽ കയറി ചെത്തു തൊഴിലാളികളായ മനുഷ്യരെ കുറിച്ച്, പാടത്ത് പണിയെടുക്കുന്ന അമ്മമാരെ കുറിച്ച്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ മാറ്റി നിർത്തപ്പെട്ട ആളുകളെ കുറിച്ച്, എത്ര വലിയ പ്രൗഢിയിൽ ജീവിച്ച് ജനിച്ചു പോന്നാലും ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ആളുകളെ കുറിച്ച്, അതിനകത്ത് കേവലം ജാതിയല്ല, കേവലം മതമല്ല,
എല്ലാ മതങ്ങളും എല്ലാ ജാതികളും എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. മതങ്ങളും ജാതികളും ഇസങ്ങളും മനുഷ്യന് വേണ്ടിയാണ്. പക്ഷേ പലപ്പോഴും മനുഷ്യനെ മറക്കുന്ന സാമൂഹ്യ സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ പറയണ്ടേ, പാടണ്ടേ, തിരിച്ചറിയിക്കണ്ടേ? അത് തിരിച്ചറിയിക്കാൻ വേണ്ടിയാണ് വേടൻ നടത്തുന്ന ഇരൺദാസ് മുരളി നടത്തുന്ന ശ്രമങ്ങൾ. പ്രിയങ്കരായ അനുജൻ ശ്രീ ഇരൺദാസ്, പ്രിയപ്പെട്ട ശ്രീ ഇരൺദാസ് മുരളി, പ്രിയപ്പെട്ട അനുജൻ വേടൻ, അനുജൻ അങ്ങ് ഉയർത്തുന്ന ചില ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ മനുഷ്യന്റെ നെഞ്ചിൽ തുറന്ന ആശയങ്ങളാണ്. ആ ആശയങ്ങൾക്കാണ് ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിന്റെ പിന്തുണ എന്ന കാര്യം ഒരിക്കൽ കൂടി പങ്കുവയ്ക്കുന്നത്. ഇത് ആരും തെറ്റിദ്ധരിക്കരുത്. ചിലർ പറയും, ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല, ഷാഫി പറമ്പിലും കറുത്ത കുപ്പായമാണ് ഇന്ന് സന്ദർഭോചിതമായി അണിഞ്ഞിരിക്കുന്നത്. ആ കറുപ്പും നീലയും ചേർന്ന കുപ്പായം, ആ കറുപ്പും നീലയും ഒരു വെളുപ്പുള്ള കുപ്പായം. കാരണം ഈ ചടങ്ങിൽ വേടന് പുരസ്കാരം കൊടുക്കുന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി വടകരയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഷാഫിയെ ഒരു പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ മാത്രമല്ല, തെറ്റിദ്ധരിക്കേണ്ട, ഷാഫി ഏതെങ്കിലും ഒരു കൊടിയടയാളത്തിന്റെ പേരിൽ ജയിക്കപ്പെട്ട പാർലമെന്റ് മെമ്പർ എന്ന നിലയിലല്ല ഷാഫിയെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. ഷാഫി ചില നന്മകൾ പറയും, ഷാഫി ചില ശരികൾ പറയും. ഷാഫി പറയുന്ന ശരിയും നന്മയും വേടൻ പറയുന്ന ശരിയും നന്മയുടെയും കൂടെയുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത്, വടകരയിൽ നിന്നും ഇന്ന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഷാഫി പറമ്പിൽ ഇങ്ങോട്ട് വന്നത്. ഈ നന്മ, മരിക്കാത്ത നന്മ, പ്രിയപ്പെട്ട അനുജൻ, പ്രിയപ്പെട്ട ഇരൺദാസ് മുരളി, നിങ്ങളുടെ മനസ്സിലെ നന്മയെ കൂടെ ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് ഈ ഷാഫി പറമ്പിൽ ഇവിടെ വന്നത് എന്ന കാര്യം കൂടി ആഹ്ലാദത്തോടെ നിങ്ങളോട് പങ്കുവെക്കേണ്ടത്. നിർത്തുകയാണ്. അതുകൊണ്ടാണ് വേടന് ഇരൺദാസ് മുരളിക്ക് ഈ പ്രിയദർശിനിയുടെ പ്രഥമ പുരസ്കാരം നൽകുന്നത്. ഈ പുരസ്കാരം ചെറിയ കാര്യമാണ്. ഒരു പക്ഷേ കോഴിക്കോടിന്റെ ശ്രീധരൻ ആശയം ഉൾപ്പെടെയുള്ള ആളുകൾ നിർമ്മിച്ച ഒരു മരത്തിൽ വേടൻ ഒരു വഞ്ചി തുഴഞ്ഞ് ഈ കടൽക്ഷോഭമാണ്, ഈ കടൽക്ഷോഭത്തെ തിരമാലകളെ അതിജീവിക്കുന്ന ഒരു വഞ്ചി ഒറ്റയ്ക്കിരുന്നുകൊണ്ട് വഞ്ചി തുഴയുന്ന ഒരു ചിത്രമാണ് മരത്തിൽ കൊത്തിവെച്ച് വേടന് ഷാഫി പറമ്പിൽ നൽകാൻ പോകുന്നത്. ആ വഞ്ചിയിൽ തുഴ വേടന്റെ കയ്യിലാണെങ്കിലും വേടൻ ആ തുഴയിൽ വേടൻ മാത്രമല്ല കൈവച്ചിരിക്കുന്നത്. കേരളത്തിലെ മലയാളിയുടെ മനസ്സ്, യുവാക്കളുടെ മനസ്സ്, ചിന്തിക്കുന്നവരുടെ മനസ്സ്, നമ്മുടെ എല്ലാവരുടെയും മനസ്സ് വേടന്റെ കൂടെയുണ്ട്. വേടന്റെ കൂടെ മനസ്സുള്ളവരെല്ലാം ഒന്നിച്ച് കൈവക്കുക, എല്ലാ കൈകളും ഉയർത്തുക. വേടന്റെ കൂടെ മനസ്സുള്ളവരാണ് നമ്മളെന്ന് ഈ കടലമ്മയെ സാക്ഷി നിർത്തി, ഈ കടൽക്കാറ്റിനെ സാക്ഷി നിർത്തി ഒരിക്കൽ കൂടി മുഷ്ടി ചുരുട്ടി നമ്മൾ പറയുന്നു, കൂടെയുണ്ട്, കൂടെയുണ്ട്, കൂടെയുണ്ട്. ആരെതിർത്താലും, എന്ത് പാരങ്ങൾ വന്നാലും, ഏത് ചാൻസലർമാർ വിശദീകരണം ചോദിച്ചാലും വേടൻ നിങ്ങൾ എഴുതിയ വരികൾ വേണമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടിക്കളയാം, ഗവർണർക്ക് വേണമെങ്കിൽ വിൽപ്പനപ്പെടുത്താം. പക്ഷേ മലയാളിയുടെ മനസ്സിനകത്ത് നിന്നും നിങ്ങൾ ഉയർത്തിയ ആശയത്തിന്റെ മഹാപാഠമുണ്ട്. ആ പാഠം ഒരിക്കലും മാഞ്ഞു പോകില്ല എന്ന് ഈ കടലമ്മയെ സാക്ഷി നിർത്തി മാത്രം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞാൻ ഇനി നിർമ്മിപ്പിക്കുന്നില്ല. വേടന് പുരസ്കാര സമർപ്പണം ഷാഫി അവസാനം. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം കാലങ്ങൾക്ക് ശേഷം നമ്മളെല്ലാം ആഗ്രഹിക്കപ്പെടുന്ന വേടനെ സംബന്ധിച്ചും അതുപോലെ ലൈബ്രറിയെ സംബന്ധിച്ചും പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ഇതൊരു അഭിമാന നിമിഷം. നാട്ടിക തളിക്കുളം പ്രദേശത്ത് കടലിൻ്റെ തീരത്ത് വായിച്ചു വളരാനായി ഇന്ദിരാ പ്രിയദർശിനിയുടെ പേരിൽ സമ്പന്നമായൊരു പുസ്തക കടലമ്മ കരഞ്ഞല്ലേ പെട്ടത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കടലല്ല കരയല്ലേ കരയല്ല കടലല്ലേ കട്ടത്, കടലിൻ്റെ മക്കളാ കടലിൻ്റെ കടലിൻ്റെ മക്കളാ കടലിൻ്റെ എന്ന് വേടൻ പറയുമ്പോൾ ലക്ഷക്കണക്കിന് കടലിൻ്റെ മക്കൾ കണ്ണീരും പട്ടിണിയും വിശപ്പുമായി
ജീവിതത്തോട് മല്ലടിച്ച് തകർന്ന് പൊടിഞ്ഞു വീണ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട അനേകം കടലിന്റെ മക്കളുടെ ശബ്ദമാണ് ഈ വേടൻ പാടുന്നത്. അതുകൊണ്ടാണ് വേടന്റെ പാട്ടിൽ നാവില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യർ പറയുന്നത്. അവൻ പറഞ്ഞു, ഞാൻ തെരുവിന്റെ മോനാണ്. അയാളിവിടെ ഉണ്ടായിരുന്നു, വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ഇന്നായി നിങ്ങൾ വേടനെ കണ്ടിട്ടുണ്ട്. പക്ഷെ വേടൻ ഒരിഞ്ഞ് പിടഞ്ഞ് അവഗണിതനായി, നിന്ദിതനായി, നിരാശയനായി, ഏകാഗിയായി, ദരിദ്രനായി, എനിക്കിപ്പോഴും സ്വന്തം മണ്ണില്ല എന്ന് പറഞ്ഞു. പൂമല ഡാമിൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പോഴും സ്വന്തം മണ്ണില്ലാത്തവരുടെ പ്രതിനിധിയായി പാട്ടുകൊണ്ടൊരു ചൂട്ട് കെട്ടി തമ്പുരാന്മാരുടെ മുഖത്ത് കുത്തിയ ധീരതയുടെ പേരാണ് വേടൻ. ഞാൻ കാണനല്ല, പറയനല്ല, പുലയനല്ല, നീ ഒരു തമ്പുരാനുമല്ല, ആണെങ്കിൽ ഒരു പുല്ലുമില്ല. പുല്ലനെന്നല്ല വേടൻ പറഞ്ഞത്, കുറെ കൂടി ശക്തമായ വാക്കാണ്. ആ വാക്ക് ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് എഴുത്തുകാരനായതുകൊണ്ട് ഞാൻ പറയാൻ മടിക്കുന്നത് പറയുന്നവരെയാണ് വേടൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്. നിങ്ങളെപ്പോലുള്ള വ്യവസ്ഥയോടൊക്കെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയ രാജിയായവർ പറയാൻ മടിക്കുന്നതാണ് വേടൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയേറെ ചെറുപ്പക്കാർ. ഞാൻ അമ്പലത്തിൽ പോയത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മടപ്പള്ളി മുഖയന്മാരുടെ, കടപ്പുറത്തെ മുഖ്യ സമൂഹത്തിലൊരു സമൂഹമാണ്, ഉയർന്ന സമൂഹമാണ് മുഖയന്മാർ. അവർക്കൊരു ക്ഷേത്രമുണ്ട് മടപ്പള്ളി കടപ്പുറത്ത്. ഒരുപക്ഷെ ഷാഫിക്ക് അറിയുമായിരിക്കും, ഷാഫിയുടെ മണ്ഡലത്തിലാണ് മുഖയന്മാരുടെ ഒരു ക്ഷേത്രമുണ്ട് മടപ്പള്ളി കടപ്പുറത്ത്. വലിയ കടപ്പുറം. ഇതിൻ്റെ ഒരു 20 ഇരട്ടി വലിപ്പമുള്ള കടപ്പുറത്ത് ഞാൻ പ്രസംഗിക്കാൻ ഉദ്ഘാടനത്തിൽ ചെന്നപ്പോൾ ഒരു 2 ലക്ഷം ആളുകളുണ്ട്. എൻ്റെ ജീവിതം വേണ്ട തിരിച്ചറിയുന്നു. കടലിലെ മാഷും കരയിലെ ടീച്ചറും എന്നൊരു ആത്മകഥാ ഗ്രന്ഥം TN പ്രതാപൻ എഴുതിയിട്ടുണ്ട്. അച്ഛൻ കടലിൽ പോയി, അച്ഛൻ്റെ വഞ്ചി തിരിച്ചു വന്നില്ല എന്നറിഞ്ഞ് ഈ തളിക്കുളം കടപ്പുറം ഒന്നാകെ കരഞ്ഞു പിടിച്ച് ഈ കടപ്പുറത്ത് നിന്ന വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഏകാന്ത സന്ധ്യയിൽ ആത്മാവിൽ കണ്ണുനീരണിഞ്ഞ് നിന്ന പ്രതാപൻ എന്ന കുട്ടിയാണ് പിന്നീട് പോരാളി വളർന്നത്. അതിന് അയാളെ പ്രാപ്തയാക്കിയത് കടലിലെ അമ്മയാണ്. ആ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ അമ്മയുടെ സാന്നിധ്യം ഞാൻ പ്രതാപന്റെ വീട്ടിൽ അനുഭവിച്ചു. അതുകൊണ്ട് പ്രതാപനും മുരളിയും കൈകോർക്കുന്നത്, ഞങ്ങളൊക്കെ കൂടെ നിൽക്കുന്നത് വരാനിരിക്കുന്ന ഒരു കാലം, വരും നൂറ്റാണ്ടുകളിലേക്ക് നമ്മുടെ കുട്ടികൾ നമ്മൾ ജീവിച്ചതിലും മനുഷ്യത്വമുള്ള ലോകത്ത് ജീവിക്കണം. ഇറാനിലും ഇറാഖിലും പലസ്തീനിലും 25,000-ഓളം കുട്ടികൾ പട്ടിണി കിടന്ന് മരിച്ചു കഴിഞ്ഞു. എവിടെയും അത് സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ നീട്ടി പറയുന്നില്ല, പ്രസംഗിക്കാൻ പറഞ്ഞാൽ നിർത്താൻ ബുദ്ധിമുട്ടുള്ള ആളാണ്. പക്ഷേ എൻ്റെ സ്വഭാവ ദൂഷ്യം ഞാൻ അവസാനിപ്പിക്കുകയും ഈ വേടന് വേണ്ടി ഒരു പാട്ട് പാടണമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പാട്ടുകാരനല്ല, എങ്കിലും ഇയാളോട് ഐക്യപ്പെടാൻ എന്തെങ്കിലും പാടണം. അപ്പൊ ഞാൻ പണ്ട് കേട്ട പറയൻ കോളനി എന്നറിയപ്പെടുന്ന പാക്കനാർ കോളനിയിൽ പരമ്പ് നെയ്യുന്ന സ്ത്രീകൾ പാടിയിട്ടാണ് ഞാൻ ആദ്യമായി പാക്കനാർ പാട്ട് കേട്ടത്. ഇപ്പോൾ ആ പാട്ട് നിങ്ങൾക്കറിയാം. കലാഭവൻ മണിയും മുട്ടക്കേട്ടും ഒക്കെ പാടി. ഇയാൾക്ക് മുമ്പ് പാടിയ ആളുകളാണ് കലാഭവൻ മണിയും മുട്ടക്കേട്ടും മറ്റൊരാളൊക്കെ ഉണ്ട്. അവർ പാടി പ്രശസ്തമാക്കിയ പാട്ടായതുകൊണ്ട് ഇപ്പോൾ പാടുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ്. വേടനോട് ക്ഷമിക്കണം, ഞാൻ നല്ല പാട്ടുകാരനല്ല, നിങ്ങൾക്കൊരു ആശംസയായിട്ട് പാടുകയാണ്. തെന്താനേ താന തന്ന തെന്താനം താന, തെന്താനേ താന തന്ന തെന്താനം താന, ദയ്യം ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോയുഗത്തിൽ, ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോയുഗത്തിൽ, ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോയുഗത്തിൽ, ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോയുഗത്തിൽ, ചെന്നിരിക്കാൻ മണ്ണുമില്ല, പറന്നു പറ്റാൻ മതമില്ല, ഭൂമിയമ്മേ ഭൂമിയമ്മേ നല്ല മതിൽ പൂർണ്ണ വേണം, ആദിയോളം നൂറ് ചന്ദ്രൻ കാണുന്നുണ്ട്, ആദിയോളം നൂറ് ചന്ദ്രൻ കാണുന്നുണ്ട്, വെള്ളമില്ലല്ലോ വെളിച്ചമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ, വെള്ളമില്ലല്ലോ വെളിച്ചമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ, ഒച്ചയില്ലല്ലോ ലോശയില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ, ഒച്ചയില്ലല്ലോ ലോശയില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ, തെന്നിരിക്കാൻ മണ്ണുമില്ല, പറന്നു പക്കാൻ മരങ്ങളില്ല, ഭൂമിയമ്മേ ഭൂമിയമ്മേ നല്ല
കവിയനും ഈ പാട്ടോടുകൂടി ഇതൊരു നീണ്ട പാട്ടാണ്. എൻ്റെ പ്രിയ അനുജന് ഏതൊക്കെ പ്രതിബന്ധങ്ങൾ വന്നാലും നേരത്തെ പ്രതാപൻ പറഞ്ഞതുപോലെ ഒരു ചാൻസലർ വെട്ടിക്കളഞ്ഞാലും ഒരു തമ്പുരാക്കന്മാർ വിലക്ക് കൽപ്പിച്ചാലും മനുഷ്യ ഹൃദയങ്ങളിൽ മനുഷ്യന്റെ പാട്ടുകാരന് ഇടമില്ലാതിരിക്കുകയില്ല എന്ന് സ്നേഹതീരം പ്രഖ്യാപിക്കുന്ന നിമിഷത്തിൽ ഇവിടെ സാക്ഷിയാവാനുണ്ടായതിന്റെ ചരിതാർത്ഥം മാത്രം രണ്ട് വളരെ പ്രധാനപ്പെട്ട പരിപാടികളാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ഒന്ന് വീരന്ദാസ് മുരളി എന്ന പേരിലുള്ള ഇന്ന് കേരളത്തിൻ്റെ അഭിമാനവും പ്രതീക്ഷയുമായി മാറിയിട്ടുള്ള വേടൻ എന്ന പേരാണ്. പുരസ്കാര ചടങ്ങുകളിൽ കടക്കുന്നതിന് മുമ്പ് പ്രസിഡന്റ് കളിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് 2 വാക്കിൽ അനുമോദനം നടത്തുന്നു. സാദരം ക്ഷണിക്കുന്നു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MP ഷാഫി പറമ്പിൽ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ. പക്ഷെ ഒരു മകൻ പിറന്ന അച്ചാച്ചനൊരു മകൻ പിറന്നപ്പോൾ ആ മകനൊരു പേരിട്ടത് ഭാസ്കരൻ എന്നായിരുന്നു. ആ ഭാസ്കരൻ എന്ന പേര് കാര്യസ്ഥന്റെ മകന് അങ്ങനെ പേര് വേണ്ട. പേരിട്ട അന്ന് തന്നെ എൻ്റെ ഒറ്റപ്പാലത്തുള്ള അളിയന് അളിയന്റെ പേരിടാമെന്ന് ചോദിച്ചിട്ടാണ് ആ പേര് ഇന്ന് തന്നെ നീ മാറ്റണം, നിന്റെ അച്ഛന്റെ പേരിട്ടാൽ മതി. അങ്ങനെ അച്ചാച്ചന്റെ പേര് ഇട്ട് അങ്ങനെ അറിയപ്പെടുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. ആ കുട്ടി 5 വയസ്സായപ്പോൾ വടാനപ്പള്ളി RCUP സ്കൂളിലേക്ക് കയ്യും പിടിച്ച് ചേർത്താൻ കൊണ്ടുപോവാണ്. ആ സമയത്താണ് അമ്മയുടെയും അച്ഛൻ്റെയും നടുവിലൂടെ പോകുന്ന കുട്ടിയുടെ കൈ പിടിച്ചിട്ട് ആ തമ്പുരാൻ പറയുന്നത്, കാര്യസ്ഥന്റെ മകൻ കാര്യസ്ഥപ്പണി ചെയ്താൽ സ്കൂളിൽ പോണ്ട. പക്ഷെ ആ സ്കൂളിന്റെ സ്ഥലത്ത് ഇംഗ്ലീഷ് മീഡിയം വന്നപ്പോ എൻ്റെ മകൻ ഞാൻ വാങ്ങി കഴിച്ചു. എനിക്കൊരു മകനുണ്ടായപ്പോൾ ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാശ് കൊടുക്കാതെ ഗവൺമെന്റ് സ്കൂൾ പഠിക്കാൻ അവസരമുണ്ടായി എനിക്ക്. ഞാൻ കാശ് അങ്ങോട്ട് കൊടുത്ത് ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂളില് ആ പറമ്പില് എൻ്റെ മകനെ പഠിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വേടൻ പറയുന്നത് നമ്മുടെയൊക്കെ തലമുറയിൽ നമ്മൾ ഓരോരുത്തർക്കും അനുഭവിച്ചതാണ്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാട്ടിലുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇപ്പൊ നേരെ TN ഉൾപ്പെടെയുള്ള ആളുകൾ, നമ്മുടെ ആലങ്കോട് ഉൾപ്പെടെ, നമ്മുടെ പ്രിയപ്പെട്ട അശ്വൻ ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ കേരള സിലബസിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സർക്കാർ ഏതൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അത് വെക്കുമെന്ന് തന്നെയാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. വരും തലമുറയ്ക്കും ആ പാട്ട് അനുഭവ സമ്പത്തായിട്ട് അവിടെ കിടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പോലുള്ള TN പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടികളല്ല, ഈ കേരളത്തിൽ എല്ലാ പിന്തുണയും നമ്മുടെ പ്രിയപ്പെട്ട വേടനുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ലളിതമായ ചടങ്ങ്, ഒരു പ്രചരണമില്ലാതെയാണ് ഇത്രയും ആളുകൾ ഇവിടെ വന്നത്. വേടൻ പാടുന്നുണ്ട് എന്ന് കേട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷെ അരായി മുഴുവനും നിറഞ്ഞു തെറ്റിയത്. പക്ഷെ വളരെ ലളിതമായ ചടങ്ങ് സംഘടിപ്പിച്ച TN ഉൾപ്പെടെയുള്ള സംഘാടകർ, പ്രിയദർശിനി ലൈബ്രറിയുടെ പ്രവർത്തകർ എല്ലാവരെയും ഒരിക്കൽ കൂടി അതിനുള്ള നന്ദി അല്ലെങ്കിൽ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഈ പരിപാടി പങ്കെടുത്ത മുഴുവൻ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് അശോകൻ ചെരുവിലിന ഭരണഘടനയുടെ ആമുഖം കൈമാറുന്നു. അലോഷ്യസ് സേവ്യറും CC മുകുന്ദനും ചേർന്നു. പത്മപ്രഭ പുരസ്കാര ജേതാവ് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനും പ്രിയദർശിനി പബ്ലിക് ലൈബ്രറിയുടെ സ്നേഹാദരം കൈമാറുന്നു. നാട്ടിലെ CC മുകുന്ദനും വേടനും ചേർന്നു. ഭരണഘടനയുടെ ആമുഖം ആശംസയായി നൽകുന്നു. അലോഷ്യസ് സേവ്യറും CC മുകുന്ദനും. 100,000 പ്രതിസന്ധികൾക്കും സമ്മർദ്ദങ്ങൾക്കും ഇടയിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. അവിടെ സർഗാത്മക വിദ്യാർത്ഥിത്വത്തിന് സമരഭാവങ്ങൾ തുന്നിപ്പിടിപ്പിച്ച
മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാർത്ഥി മുന്നേറ്റത്തിന്റെ അമരത്തുള്ള പ്രിയപ്പെട്ട അലോഷ്യസ് സേവ്യർ 2 വാക്കിൽ അനുമോദ ഭാഷണം നടത്തുന്നു. സാധാരണ ക്ഷണിക്കുന്നു. എതിരിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കേരളത്തിലെ പുതിയ തലമുറയെ വായനയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രിയങ്കരനായ ശ്രീ ടി.എൻ. പ്രതാപൻ എക്സിന്റെ നടന്ന ഈ ഉദ്യമത്തിന് എല്ലാ കാലഘട്ടത്തിലെ മുഴുവൻ അടിച്ചമർത്തപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ മനുഷ്യത്വത്തിന്റെ അല്ലെങ്കിൽ മാനവികതയുടെ വാക്കുകൾ തന്റെ വരിയിലൂടെ പാടുന്ന വേടന് ഈ തലമുറയുടെ ഒരു പ്രതീക്ഷയുടെ ഒരു ഇതാണ്. വേടന് ഈ പ്രഥമ പ്രിയദർശിനി പുരസ്കാരം നൽകുമ്പോൾ കേരളീയ പൊതുസമൂഹം, കേരളത്തിന്റെ വിദ്യാർത്ഥികൾ, കേരളത്തിന്റെ യുവതലമുറ വേടൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തോട് ഒപ്പമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നൽകുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ, ആശംസ. എന്തിനാണോ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അത് തന്നെയാണ് ഞാനും വന്നിരിക്കുന്നത്. വേടനെ കാണാൻ, വേടനെ കേൾക്കാൻ തന്നെയാണ് ഞാനും ഈ വേദിയിലേക്ക് കടന്നു വന്നത്. ഇങ്ങനൊരു അവസരം നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തന്ന പ്രിയങ്കരനായ ടി.എൻ. പ്രതാപൻ അവർക്ക് ഈ നാടിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദ്യങ്ങളും നന്ദിയും ഈ യോഗത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുക. എനിക്കിതുപോലെ ഒരു അവസരം അദ്ദേഹം ഏതാണ്ട് 14 വർഷം മുമ്പ് ഏതാണ്ട് 15 വർഷം മുമ്പ് ഇതുപോലെ ഈ തലക്കുളത്തുള്ള അവാർഡല്ല, ഞാൻ അന്ന് കേരള വിദ്യാർത്ഥി ഇപ്പോൾ ആലോചിച്ചിരിക്കുന്ന പോലെ കേരള വിദ്യാർത്ഥി കാമ്പുള്ള വരികളെ കേൾക്കാൻ ആളുകൾ വരുന്നതാണെന്നുള്ള കാര്യത്തിന് സംശയമുണ്ട്. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ വില്ലുവണ്ടിയിൽ പായുന്ന മഹാന്റെ തിളക്കത്തെ പറ്റി പറയുമ്പോൾ സദസ്സിൽ നിന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ ചിത്രങ്ങൾ എടുത്തു കാണിക്കുന്ന ചെറുപ്പക്കാരെ കാണുമ്പോഴാണ് ഇവിടെ പാടുന്നതും അവിടെ അതിനോടുള്ള പ്രതികരണം കൂടെ ചേർന്ന് വരുമ്പോഴാണ് അതിന്റെ പ്രസക്തി ഈ കാലത്ത് ഏറ്റുപിടിക്കുന്ന കാര്യത്തിൽ സംശയം. നമ്മൾ മഹാത്മാ അയ്യങ്കാളിയെ സംബന്ധിച്ച് പ്രസംഗിക്കുന്നു, മഹാനായ അംബേദ്കറെ സംബന്ധിച്ച് പ്രസംഗിക്കുന്നു, നമ്മുടെ മുദ്രാവാക്യങ്ങളിൽ പറയുന്നത്, വാക്കുകളിൽ പറയുന്നത്, എഴുത്തിൽ, വരയിൽ, എല്ലാത്തിലും പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ഈ കുറിക്ക് കൊള്ളുന്ന വാക്കുകളിലൂടെ ആ വാക്കുകളിലൂടെ മനുഷ്യന്റെ കാതുകളിലൂടെ കേൾക്കുന്നത് ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് പോയി ആ തലച്ചോറിൽ നിന്ന് അവരുടെ കൈകാലുകളിലേക്കും ചിന്തകളിലേക്കും ഒക്കെ പടരുന്ന തരത്തിലേക്ക് ആക്കി തീർക്കാൻ ഈ ചെറുപ്രായത്തിൽ ഈ മനുഷ്യൻ ഈ കുട്ടിക്ക് എന്നുള്ള നേരത്തെ അലങ്കോട് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അശോകൻ സൂചിപ്പിച്ചതുപോലെ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, ഇന്നലെ സംബന്ധിച്ചാണ് അയാൾ പാടുന്നതെങ്കിലും അയാൾ എഴുതുന്നതെങ്കിലും അയാളുടെ പാട്ടും അയാളുടെ വരികളും നമുക്ക് നാളെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകളാണ് നൽകുന്നത് എന്നുള്ള കാര്യത്തിന് സംശയമാണ്. അതിന് ഇച്ചിരി ധൈര്യവും വേണം എന്നുള്ള കാര്യത്തിലും സംശയമാണ്. പ്രത്യേകിച്ച് സിനിമയ്ക്ക് ഒരു പേരിട്ടതിന്റെ പേരിൽ ആ സിനിമ പുറത്തിറക്കാൻ തന്നെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ ഈ പറയുന്ന വരികളുടെ ഉടമയെ ജാതി ഭീകരവാദത്തിന്റെ ഒക്കെ വക്താവാക്കി ചിത്രീകരിക്കാൻ ഫാസിസ്റ്റ് ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ അവിടെ എഴുന്നേറ്റ് നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എനിക്കതിനൊന്നും ഭയമില്ല. എൻ്റെ ഈ ഉള്ളാണ് ഞാൻ പറയുന്നത്, എൻ്റെ ജീവിതമാണ് ഞാൻ പറയുന്നത്, ഞാൻ കാണുന്നതാണ് ഞാൻ പാടുന്നത് എന്ന് പറയാനുള്ള ആർജവം ഒരു ചെറുപ്പക്കാരൻ കാണിക്കുന്നിടത്താണ് അയാൾ ചെല്ലുന്നിടത്ത് കാന്തം പോലെ ജനങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു കലാകാരന്റെ സൃഷ്ടി, ഒരു കലാകാരന്റെ ജന്മത്തെ, ഒരു കലാകാരന്റെ ഉദ്ദേശത്തെ ഈ കേരളീയ പൊതുസമൂഹത്തിൽ തിരിച്ച് കടൽ പോലെ ലോകത്തേക്ക് ചെന്ന് അവിടെ ചുറ്റുപാടിലും ആ സന്ദേശം പകരാൻ കൂടി ആയിരിക്കണമെന്നുള്ള പ്രചോദനമാണ് ഇവിടെ നടത്തുന്നത്. തീർച്ചയായിട്ടും വേടന്റെ വരികൾക്ക്, ചിന്തയ്ക്ക് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും കേരളീയ പൊതുസമൂഹത്തിന്റെ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞ പ്രശ്നം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ തെറ്റുപറ്റാത്ത അല്ലെങ്കിൽ വീഴ്ചകൾ സംഭവിക്കാത്ത ആളുകളായി സ്വയം ആര് കൽപ്പിച്ചാലും ഒരു മനുഷ്യനെന്ന നിലക്ക് ആർക്കും സംഭവിച്ചു പോയേക്കാവുന്ന വീഴ്ചകൾ. പക്ഷെ അങ്ങനത്തെ വീഴ്ചകളെ അതിനെ വേട്ടയാടാൻ ശ്രമങ്ങൾ നടക്കുമ്പോഴും ഈ പറയുന്ന ഒരു ഇൻഫ്ലുവൻസറായി മാറുന്നത്, തന്നെ ഉറ്റുനോക്കുന്ന അനിയനാകുന്നത്, എനിക്ക് അത്തരത്തിൽ ചെറിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അത് ആവർത്തിക്കില്ല, എൻ്റെ തെറ്റുകൾ ഞാൻ തിരുത്തും, ഞാൻ അത് ആവർത്തിക്കില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ ഈ പറയുന്ന ആ മനുഷ്യൻ ഞാൻ അതിനെ കൂടെ അംഗീകരിക്കാനും അതിനെ കൂടെ ഈ പറഞ്ഞതുപോലെ അതിനെ കൂടെ ഏറ്റെടുക്കാനും ഇവിടുത്തെ യുവത ഉൾപ്പെടെയുള്ള ആളുകളോട് പറയാം. അതുപോലെ ഒരു കാര്യം കൂടെ സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിക്കാൻ, ഇപ്പൊ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഞാൻ ഭയങ്കര വേറെ വലിയ അർത്ഥത്തിൽ പറയുന്ന സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ആളാണ്.
ആളൊന്നുമല്ല. പക്ഷെ അയാൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇന്റർവ്യൂ അത് കാണാനിടയായി. വളരെ മനോഹരമായ ഒരു തുറന്നു പറച്ചിൽ, ഒരു മനുഷ്യരെന്ന നിലയ്ക്ക് സംഭവിച്ച എല്ലാ വീഴ്ചകളെയും തുറന്നു പറഞ്ഞിട്ട് അതിൽ നിന്ന് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന സത്യസന്ധമായ ചില വാക്കുകൾ നമ്മളോട് കേൾക്കാനിടയായി. ഇവിടെ ഇനിയിപ്പം മേഡം നമ്മളോട് പറയുന്നത് നമുക്ക് നമ്മുടെ ബോധം നശിക്കപ്പെട്ട ബോധത്തിന്റെ അവസ്ഥയിൽ നമുക്കുണ്ടാവുന്ന ലഹരികളല്ല, പ്രഷറുകളല്ല, നേരെ മറിച്ച് സ്വബോധത്തോടെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടിന് കേൾക്കുന്ന പാട്ടും കാണുന്ന നൃത്തവും അതുപോലെ തന്നെ വരികളും അതൊക്കെയാണ്, അല്ലെങ്കിൽ മനോഹരമായ കായിക മുഹൂർത്തങ്ങളും അതൊക്കെയാണ് നമുക്ക് ലഹരിയായി മാറേണ്ടത് എന്ന് തന്നെയാണ്. ഇപ്പൊ ബോധം നശിച്ചിട്ടല്ല വേടന്റെ വാക്കുകൾ, നല്ല ബോധത്തോടെ നല്ല ഉയർന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് വേടന്റെ വാക്കുകൾ വരികളാക്കപ്പെടുന്നത്, അത് പാട്ടുകളായി മാറുന്നത് നമുക്കറിയാം. കേരളത്തിലെ റാപ്പ് സംഗീതത്തിന് ഒരുപാട് കാലത്തേക്ക് ചരിത്രവും പിന്നെ പരിചയമൊന്നും പറയാനില്ല. റീസെന്റ് അടുത്ത കാലത്തേക്ക് നമ്മുടെ ശ്രദ്ധ പതിഞ്ഞിട്ടുള്ള ഒരു സംഗീതമായിരുന്നു കേരളത്തിൽ റാപ്പ്. പ്രത്യേകിച്ച് ഇതിനു മുമ്പ് കേരളത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട റാപ്പുകളൊക്കെ മറ്റു ഭാഷകളിൽ നിന്ന് വന്നവരാണ്. ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ നമ്മുടെ ചുറ്റുപാടിനെ പറ്റി പാടുമ്പോൾ, അല്ലെങ്കിൽ തന്നെ പറ്റ കല്ലുപോലെ ഒരുത്തിയെ പറ്റി പറയുമ്പോൾ ആ കല്ലുപോലെ ഒരുത്തിക്ക് അഭിമാനിക്കാം, കല്ലുപോലെ ഒരുത്തനെ തന്നെയാണ് ഒരു അമ്മ പെറ്റിരിക്കുന്നത് എന്നുള്ളത് ഈ ചെറിയ പ്രായമുണ്ട് അദ്ദേഹം നമുക്ക് നൽകിയ സന്ദേശങ്ങളിലൂടെ വ്യക്തമാവുക. അതിനെ ഏറ്റെടുക്കാൻ യുവത തയ്യാറാണ്. യുവതയുടെ രാഷ്ട്രീയ കൊടുക്കലിൽ സംശയങ്ങൾ ഉന്നയിക്കുന്നവർ, അവർക്ക് ചുറ്റുപാടിലേക്ക് കണ്ണയക്കാനുള്ള കഴിവുകളില്ല എന്ന് കരുതുന്നവർ, അവരുടെ ലോകം 6-5 സ്ക്രീനിന്റെ വ്യാപൃതിക്കപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് പരാതിപ്പെടുന്നവരുടെ മുമ്പിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ വരികൾക്ക് അഭിമുഖമായി നിൽക്കുമ്പോൾ അപ്പുറത്ത് അയ്യങ്കാളിയുടെ ചിത്രം ഉയർത്തി കാണിക്കാനുള്ള രാഷ്ട്രീയ ബോധത്തെ അതിനെ ഉൾക്കൊള്ളുന്ന ഒരു യുവതയുടെ ഒരു വലിയ പ്രചോദനമായിട്ട് ഈ ചെറുപ്പക്കാരന് തുടരാൻ കഴിയട്ടെ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ നിലക്കാത്ത തിരമാലകൾ പോലെ മനുഷ്യന്റെ തലച്ചോറിനെയും ഹൃദയത്തെയും കാതുകളെയും അതിന്റെ തീരങ്ങളെയും ഇനിയും തേടിയെത്തട്ടെ. അഭിമാനത്തോടെ ഈ നാടിന്റെ മലയാളിയുടെ വേടന് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാനൊരു വാക്കുകൂടെ പറയുന്നു. PN പ്രതാപൻ എന്ന പൊതുപ്രവർത്തകൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ വളരെ സാധാരണ ചുറ്റുപാടിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് ഈ നിലയിലേക്ക് എത്തിയിട്ടുള്ള വളർന്നു വന്നിട്ടുള്ള ആളാണ്. ഈ ക്യാമ്പിൽ ഞങ്ങൾ പഠിച്ച സമയത്തും അദ്ദേഹത്തിന്റെ പാട്ടിലെ വരികൾ അന്ന് ഞങ്ങൾ ഓർത്തിരുന്നു. ഈ പറയുന്ന കടലും തീരങ്ങളും ജീവിതത്തിൽ നൽകിയ വേദനയും സന്തോഷവും അനുഭവങ്ങളും അതിനെ പാഠമാക്കി വളർന്നു വന്നൊരു മനുഷ്യൻ ഈ ചെറുപ്പകാലത്തോട് സംവദിക്കാൻ തയ്യാറാവുന്ന തരത്തിൽ ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാതെ ഈ യുവതയുടെ താല്പര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നടത്തുന്ന ഈ നല്ല ഉദ്ദേശപൂർവ്വം നടത്തുന്ന ഈ സംഗമം തീർച്ചയായിട്ടും അതും ഒരു പ്രചോദനമാണ്. പ്രതാപേട്ടനും ഒരിക്കൽ കൂടി നാടിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഈ വേദിയിൽ രേഖപ്പെടുത്തുന്നു. വേടനെ കേൾക്കാൻ കാത്തിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വേടൻ മുന്നോട്ട് പോട്ടെ, അതിനോടൊപ്പം കേരളത്തിന്റെ യുവതയുണ്ടാവട്ടെ. എന്റെ വാക്കുകൾ പുരസ്കാരം സമ്മാനിക്കുന്നതിന് വേണ്ടി അഭിവന്ദ്യനായ MP ശ്രീ ഷാഫി പറമ്പിലിനെ ക്ഷണിക്കുന്നു. അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മലയാളത്തിന്റെ പ്രിയപ്പെട്ട വേടനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. മഹാവീര അയ്യങ്കാളിയും പൊയ്കയിൽ അപ്പച്ചനും ബാബാ സാഹിബും മഹാത്മാ ഫൂലെയും തുടങ്ങിയ ആസാദും വെമുലയും അടക്കം ഉയർത്തിയ ഒന്നുമില്ലാതായി പോയവന്റെ എന്നാൽ എല്ലാമുള്ളവന്റെ രാഷ്ട്രീയം പറയുന്ന വേടന് ഹിരൺദാസ് മുരളിക്ക് പ്രഥമ പ്രിയദർശിനി പുരസ്കാരം ഷാഫി പറമ്പിൽ MP സമ്മാനിക്കുന്നു. ₹1,00,000 സമ്മാനം വേടന് നൽകുന്നു. ഷാഫി പറമ്പിൽ MP.
മണ്ണിനും മണ്ണിന്റെ മക്കൾക്കും വേണ്ടി അക്ഷരങ്ങൾ കോർത്ത എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ വേദിയിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വന്നിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്കറിയാം. ഇവിടെ ഇത്രയും തിരക്കുകൾ മാറ്റി വെച്ചിട്ട് ഇവിടെ വരാൻ കാരണം ഒരേ ഒരു മനുഷ്യന്റെ വിളിയാണ്. എന്നെ അങ്ങനെ തന്നെയാണ് വിളിച്ചത്, പോലെ എവിടെ ഉണ്ട് നീ? ഇന്നൊരു ദിവസം ചേട്ടൻ നടത്തുന്ന ഒരു ലൈബ്രറിയുടെ ഭാഗമായിട്ട് ഒരു പരിപാടി ഉണ്ട്, നീ വായു എന്ന് പറഞ്ഞിട്ട് പ്രധാനമായിട്ട് എന്നെ വിളിക്കുന്നു. വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ എനിക്കിതിന് മുന്നേ ഒരു ഡേറ്റ് ഉണ്ടാകുന്ന ഒരു ദിവസം ഞാൻ പറഞ്ഞു, നമുക്ക് പ്രധാനപ്പെട്ട അന്നത്തെ ദിവസത്തേക്ക് നമുക്ക് പ്ലാൻ വെക്കാം, അന്ന് നമുക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മള് എല്ലാവരുടെയും പറഞ്ഞ് നമ്മൾ രണ്ടാമത് മാറ്റി വെച്ചു. കാരണം ഭയങ്കര മഴയാണ്. ഇന്ന് പ്രകൃതി നമ്മുടെ കൂടെയാണ്. ഇന്ന് മഴയില്ല, ചെറിയ പോക്കുകയും എല്ലാവരും ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ഇത്രയും സന്തോഷമുള്ള ഒരു വേദിയില് കുറച്ച് അവാർഡുകൾ കേട്ടിട്ടുള്ളത്, ഇത്രയും അവാർഡുകൾക്ക് ഞാൻ അർഹനാണോ ഇല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്കൊരു 1 ലക്ഷം രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് പ്രധാനപ്പെട്ട ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാനായിട്ട് ഉപയോഗിക്കണം. ചെയ്തോളൂ പ്രധാനപ്പെട്ട. പിന്നെ എനിക്ക് വലിയൊരു സർപ്രൈസ് ഒരെണ്ണം പൊളിക്കാനാണ് ഇവിടെ. ഞാൻ പൊളിച്ചോട്ടായിരുന്നു. അപ്പൊ ഇത്ര വലിയ രീതിയില് ഇന്ന് പ്രിയദർശിനി ഭാഗമായിട്ട് അതിന്റെ പുസ്തക പ്രകാശനത്തിന്റെയും ലൈബ്രറിയുടെ ഓപ്പണിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമല്ല നമ്മളോട് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട പിറന്നാളും കൂടിയാണ്. ഞാൻ ഇന്ന് കാലത്ത് പറഞ്ഞത് എന്റെ അടുത്തൊക്കെ മറച്ചു വെച്ചു, ഭയങ്കര ദ്രോഹമായി പോയത്. കേട്ടില്ല, ഇല്ല അധികം വയസ്സായില്ല, 10-25 വയസ്സായിക്കോളൂ നമ്മുടെ പോയി. എല്ലാവർക്കും അറിയാൻ പ്രധാനപ്പെട്ട ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, പ്രത്യേകിച്ച് ഈ കടൽ തീരത്തുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ വീടുകളിലും പ്രധാനപ്പെട്ട എത്താറുണ്ട്. എല്ലാവർക്കും അറിയുന്ന കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സ്നേഹിക്കുകയും എല്ലാവരും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന സഹോദര്യത്തിന്റെ മൂല്യം അറിയാവുന്ന വലിയ ഒരു വായനക്കാരനായിട്ടാണ് ഞാൻ പ്രധാനപ്പെട്ട കണ്ടിട്ടുള്ളത്. അപ്പൊ പ്രധാനപ്പെട്ട ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇത്രയും മനോഹരമായിട്ട് ഇത്രയും സന്തോഷമുള്ള ഒരു വേദിയിലേക്ക് എന്നെയും കൂടി ക്ഷണിച്ചതിലും ഇത്രയും ജനങ്ങൾ അതിൽ വന്നതിലും ഇത്രയും വിലപ്പെട്ട സമയം ചെലവാക്കി നിങ്ങൾ വന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോ എന്താ നോട്ടില്ലേ, പ്രിയദർശിനി ലൈബ്രറി ഭാവിയിൽ ഇതിലും വലിയ പ്രധാനപ്പെട്ട വാക്ക് തന്നിരിക്കുന്നു. അടുത്ത മാസത്തിൽ ഇതിൽ 10,000 പുസ്തകം മാത്രം ശേഖരണമുള്ള ഒരു വലിയ പുസ്തകശാലയും മാറുന്നു. അതിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഞാൻ അധികം നീട്ടുന്നില്ല. നന്ദി. ഞാൻ പറയുന്ന ആളല്ല, പാട്ടുകാരനാണ്. ഞാൻ എൻ്റെ പാട്ട് പാടിയിട്ട് പോകോളാം. എന്തായാലും കടലിലല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ കടലിനെ നമ്മളതിനേക്കാളൊക്കെ കൂടുതൽ അറിയാവുന്ന ഒരു മനുഷ്യനും കൂടിയാണ് പ്രധാനപ്പെട്ടത്. അറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും. ഞാൻ കടലിനെ കുറിച്ച് ഒരു പാട്ട് പാടാം. റെഡിയല്ലേ? മ്യൂസിക് ഒന്നുമില്ല കേട്ടോ, വെറുതെ പാടുന്നുണ്ടോ നമ്മളെ മക്കളെ. കടലമക്കരഞ്ഞല്ലേ പെട്ടത്, കണ്ണീരലമവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. കടലമക്കരഞ്ഞല്ലേ പെട്ടത്, കണ്ണീരലമവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. ഉപ്പ് കാട്ടി മീന് മണക്കും നടുക്കടലിൽ കൊണ്ടാൽ കാറ്റുകൊണ്ട് ചോര മണക്കും. നാളെ കര കാണുമോ അതോ ഇരയാകുമോ? കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ? അന്നം തന്നെ ഉന്നം ബലവാൻ എവനോ അവൻ തന്നെ മന്നൻ. ഇനി നായകനോ ഉള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ കട്ടുമരക്കാരനോ പെരുങ്കടൽക്കാരനോ? താങ്ക് യു. എനിക്ക് ഒരുപാട് സന്തോഷമുള്ള മക്കളെ വലിയ വേദിയിൽ വരാൻ പറ്റിയത്. ഒരു പാട്ടുകൂടി വേണോ? ഏത് പാട്ട് വേണം മക്കളെ? ഏത് പാട്ട് പാടണം? തലപ്പാവിന്റെ പാട്ടോ? അത് ഈടൊന്നും പാടാൻ പറ്റില്ല. ഞാൻ ആ വരി മാത്രം പറഞ്ഞു കളയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഉത്തമരെല്ലാവരും കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ട് എന്റെ മുഖം മുറിഞ്ഞ് ആ കല്ലു പെറുക്കി ഞാൻ പാത വിരിച്ചതിൽ
വില്ലുവണ്ടിയേറി പായുമ്പോൾ എന്റെ തലപ്പാവിനത് തിളക്കം, എന്റെ തലപ്പാവിനത് തിളക്കം. എല്ലാവർക്കും അറിയാലോ ആരാണ് വില്ലുവണ്ടിയിൽ തലപ്പാവ് വെച്ച് വരുന്നത്? അറിയാം. ആരാ നമ്മൾ പിള്ളേർക്കൊക്കെ അറിയാത്തവരുണ്ട്. കുഴപ്പമില്ലാത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ വലിയ രീതിയിൽ പറഞ്ഞുതരാം മലയാളം ആരാണെന്ന്. അപ്പൊ പ്രധാനമായിട്ട് പരിപാടി ഇനി എന്താ പരിപാടി? ഇനി നമ്മുടെ കേക്ക് മുറിക്കൽ ചടങ്ങാണ് പരിപാടി. പ്രധാനപ്പെട്ട അറിയില്ല കേക്കൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ള കാര്യം. ഇത് ഞങ്ങള് പ്രധാനപ്പെട്ട പിറന്നാള് മറച്ചു വെച്ച പോലെ തന്നെ കേക്ക് വാരി കഴിഞ്ഞ കാര്യം ഞങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ടു അടുത്ത കേക്ക് മുറിക്കാൻ മക്കളായ ആഷിഖ് അൻസിയും അപ്പം ഒന്നുമാണ് ഒരു സ്ഥലത്തില്ല. കണ്ണുകൊണ്ടെന്നെ മയക്കി നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടപുറവിയെ, നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടപുറവിയെ, ഇത് രണ്ടപുറവിയെ. ഉപ്പത്തൊട്ടിയിൽ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ, അതിനെ മിന്നൽ കൊണ്ട് നൂലിൽ കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ, കത്തിയെരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലത്തെ വിരൽ കൊണ്ടാൽ പാറക്കല്ലും പൊട്ടും. നിന്നെ വരച്ചതോ മെർലിൻ മാൻഡ്രോ വീണ്ടും മണ്ണിൽ ജനിച്ചതോ, സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ, സോവിയറ്റ് യൂണിയൻ എന്നിൽ വിപ്ലവം പിറന്നതോ. കേക്ക് മുറിക്കുന്ന ചടങ്ങായിട്ടുണ്ട്. അതിനു വേണ്ടി നമുക്ക് രമചേച്ചി, നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയുടെ സഹധർമ്മിണി, അവിടെ പുള്ളിക്കാരി ഇവിടെ ചേച്ചി കൂടി വരണം. പ്ലീസ് വരണം. ഞങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ അഭ്യർത്ഥന കൂടിയാണ്. വാ ഇത് കേക്ക് മുറിക്കുന്ന കാര്യം, കേക്ക് വാങ്ങിയിട്ടുള്ള കാര്യം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പ്രധാനപ്പെട്ട കേക്ക് മുറിക്കുന്നത്. ഇത് ഞാൻ തരുന്ന സമ്മാനമാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ സഹോദരന്മാരെല്ലാം തരുന്ന സമ്മാനമാണ്. ഓക്കെ, പുസ്തകമാണ് നേരെ സമ്മാനം. പ്രിയദർശിനി സ്മാരക ലൈബ്രറിയിലേക്കുള്ള ഗാർഡൻ നൽകുന്ന പുസ്തകങ്ങൾ ഗാർഡൻ ലൈബ്രറിയുടെ പ്രസിഡന്റ് ശ്രീ ടി എൻ പ്രതാപന് കൈമാറുകയാണ്. പുസ്തകങ്ങളും തനിക്ക് പുരസ്കാരത്തിന്റെ ഭാഗമായി ലഭിച്ച 1,00,000 രൂപയും
കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകനായ പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ പുസ്തകം പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക വായനശാലയുടെ സെക്രട്ടറി UT പ്രേംനാഥ് വേടന് സമ്മാനിക്കുന്നു. ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ സമ്മാനിച്ചവർക്കുള്ള ആദരവാണ് നടക്കുന്നത്. തളിക്കുളം പത്താങ്കല് സ്വദേശി സെലീൽ വാരത്തിന് ആദരവ് സമർപ്പിക്കുന്നു. ഷാഫി പറമ്പിൽ എംപിയും വേടനും ചേർന്ന് സെലീൽ വാരത്തിന് ആദരവ് നൽകുന്നു. ത്രിപുര സ്വദേശി MA റിയാസിന് വായനശാലയുടെ ആദരവ് നൽകുന്നു. ഷാഫി പറമ്പിൽ എംപിയും വേടനും ചേർന്ന് ലൈബ്രറി ഡിജിറ്റലൈസ് ചെയ്യാൻ ആവശ്യമായ എക്യുപ്മെന്റുകൾ സംഭാവന ചെയ്ത മുഹമ്മദ് പതിയാമ്പറമ്പത്തിന് ആദരവ് നൽകുന്നു. ഷാഫി പറമ്പിൽ എംപിയും വേടനും ചേർന്ന് സാഹിത്യകാരന്മാരെ ചിത്രീകരിച്ച ആർട്ടുകാരൻ തയ്യാറാക്കിയ നജീബ് മൊണാലിസയെ ആദരിക്കുന്നു. ഷാഫി പറമ്പിലും വേടനും ചേർന്നു. ഭരണഘടനയുടെ 75ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ചുമർചിത്രം തയ്യാറാക്കിയ റാഷിദ് സുലൈമാനെ ആദരിക്കുന്നു. ജോയ് ആണ് ഈ മനോഹരമായ ആർട്ട് ഇൻസ്റ്റലേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. വേടൻ പാടിയ പാട്ടുകൾ കോർത്തിണക്കി നേരത്തെ അവതരിപ്പിച്ച നമ്മുടെ
അച്ഛനും മക്കളും ഒഫൻഡേഴ്സ് എന്ന പരിപാടിയുണ്ട് ഈ വേദിയിൽ.